കൊഴപ്പൊന്നുമില്ലേ? രാത്രി ആയതുകൊണ്ടാ. ഇല്ല, എവിടെ പോവാന്? ഇനി ഒരു 6 മാസം ഇവിടെ ഉണ്ട്. റെസ്റ്റാ, വയ്യ. ശരി. അല്ല മോനാ, എന്തപ്പായി? മോലാളിനെ എയർപോർട്ടിൽ വിട്ടാണ് തിരിച്ചു വരികയാണ്. ഒരു ലൈലൻഡ് ഒന്നാട് കയറി. ഏത് ലൈലാണ്? ലൈലല്ല, അത് വന്ന് നേരട് കയറി. ഒന്ന് കണ്ണു മാളിപ്പോയി. സ്കൂട്ടറല്ല, മോലാളിന്റെ പുതിയ വണ്ടിയില്ലേ അത്. ഏത്? ആ കറുത്തതോ? എന്താ മറ്റേ BMW. എന്താ ഈ പറഞ്ഞത്? അത് എത്ര കോടി കണക്കിന് ഉറപ്പില്ല അതിന്. മോഹന കായ് കുഴപ്പമില്ല. ഇപ്പൊ എന്ത് നീ വണ്ടിയുടെ പണിയുടെ കാശ് വയ്ക്കാനാണോ നീ വന്ന്? അവനെന്താ പറ്റിയെന്ന് അന്വേഷിക്കാൻ വന്നല്ലേ? അല്ല എന്റെ സൂത, പറ്റിയത് പറ്റി. ഇപ്പൊ ആർക്കായാലും കായ് ചെലവാക്കണ്ടവരായി ചെലവാക്കണ്ടേ? അല്ല പറഞ്ഞേ, ഇപ്പൊ ചുരുങ്ങി ഒരു 5 ലക്ഷം ഉറുപ്പ്യ പോയിണ്ടാവും. 5 നിക്കൂല, 5 കൂടുതൽ വരും. എന്റെ കോയ, അതൊക്കെ ഉണ്ണി മുതലാളിയില്ലേ, അയാൾക്ക് 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞ എന്താള്? അതൊക്കെ അയാൾ ചെലവായിക്കോളും. ഏടാ ചെങ്ങായി, അത് അങ്ങനത്തെ ഒരു മനുഷ്യനായ കാരണോ? ഇനിയിപ്പൊ അത് മാത്രമൊന്നല്ലോ, നിനക്കിപ്പോ എന്താ 6 മാസം കിടക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞു. ഡിസ്ക് പോയി കിടക്ക. അപ്പൊ അതിനാണ് ഇപ്പൊ ഈ 6 മാസം. 6 മാസം കിടക്കണം. ഇത് കുഴപ്പമില്ല, അതിപ്പോ 2 ദിവസം കൊണ്ട് വെട്ടും. ചെറിയ സ്ക്രാച്ച് ഉള്ളു. എല്ലാ ചെലവും മുതലാളിയിലെടുത്ത്. എല്ലാ ചെലവും, ആസ്ത്രീത്തെ ഫുള്ള് ബില്ലും. ആളൊന്ന് പരിചയപ്പെടുത്തണം കേട്ടോ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് വരും. അതെല്ലേ, നേരം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കായ് ഒക്കെ ഉള്ള ഒരാളുണ്ട് പറഞ്ഞൊരു ബഹുമാനല്ലേ നമുക്ക്? അല്ല, അങ്ങനെയുള്ള ഒരാള് ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും വിചാരിച്ചാവാൻ പറ്റും. അങ്ങനെ ഒന്നും ആവാനൊന്നും പറ്റില്ല. എന്നിട്ട് എന്താ ചെയ്യാവാത്ത? എന്റെ അടുത്തേക്ക് വണ്ടി വരണ്ടല്ലോ. വലിയ വണ്ടിയാണല്ലോ. അതെ, ആരമാനാണ്? അതന്നെ നിങ്ങൾ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്ന മോലാളി. ഉണ്ണി മുതലാളിയോ? ഉണ്ണി മുതലാളി 1.5 കോടി ബഡ്ജറ്റ് പരിപാടിയല്ലേ, അത് വിഷയമല്ല, അത് നമുക്ക് വേണം. എനിക്കോ ചങ്ങായി, വലിയ ആൾക്കാർ വരുമ്പോ എന്റെ ഒരു ബഹുമാനം കാണിക്കട്ടെ. എന്തിന്? പണം ഒരു വിഷയമല്ലോ. ഏതാ മുതലാളി പാൻറ് ഇട്ടതാ? മുണ്ട് എന്ത് പറ്റല്ലേ മുണ്ടല്? മുൻകൊടുത്ത മുതലാളി. കണ്ണായ സ്ഥലത്താണ് 30 സെന്റ്, അത് നമുക്ക് വേണം. വഴിയില്ലെങ്കിൽ എന്തില്ലത്? ആ ഭാഗത്തിലെ കംപ്ലീറ്റ് സ്ഥലം വാങ്ങാം. അപ്പൊ ഏത് വഴിയാ നമുക്ക് തിരഞ്ഞെടുക്കാലോ? ആ ഭാഗത്തിലെ മൊത്തം സ്ഥലം മേടിച്ച വഴിയായില്ലേ, നമുക്ക് ഇഷ്ടമില്ലടുത്ത വഴിയേക്കാം. റോഡ് കൊടുക്കുന്നത് റോഡ് വാങ്ങിച്ചു, റോഡ് കൊടുക്കൂലാണ്. ശരി, ബാക്കി കാര്യങ്ങൾ രാഘവട്ടം ചെയ്യും. ഓക്കെ, ശരി. മോനാ, എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു കുഴപ്പമില്ല മോനാലേ. ഇപ്പൊ ആ ഡിസ്കിന്റെ ഒരു ഇതില്ലേ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു 6 മാസം റെസ്റ്റ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ഓക്കെയാണ്. ഡിസ്കിൽ നമുക്ക് വേറെ മേടിക്കാം. കാലിന് എങ്ങനെയുണ്ട്? കാലിന് കുഴപ്പമില്ല. കാലിപ്പോ ഈ 2 ദിവസം കഴിഞ്ഞപ്പോ ഈ പ്ലാസ്റ്റർ വെട്ടി കഴിഞ്ഞ പിന്നെ സുഖമായി. ഇല്ല മോന? വേദന കുറവുണ്ട് എനിക്ക്. വേദന ഇല്ല, വേദന ഒന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ. ഇതാരാ? ഇവിടെ അടുത്തില്ല, സുഖദേട്ടന് കോയ ബ്രോക്കർമാരാ. ഞങ്ങളെ അയൽവക്കാണേ. എന്റെ പേര് കോയാന്ന്. ഇത് വിൽപ്പനന്റെ ആൾക്കാരാ. ആണല്ലേ? ചെറിയ സ്ഥല കച്ചവടം വരുന്നൊക്കെയാണ്. 2 ദിവസം ബിസിനസ് സംബന്ധമായിട്ട് ദുബായിലായിരുന്നു ഞാൻ. ഞങ്ങളറിഞ്ഞ് കാര്യങ്ങളൊക്കെ രാഘവട്ടം ശ്രദ്ധിച്ചിരുന്നു. ഒക്കെ പറഞ്ഞു മോനൊക്കെ പറഞ്ഞു. മോനാ, ഒന്നും പേടിക്കണ്ട. ഇതിലും പറഞ്ഞിപ്പോ ആരാ പറയാള്? മോന്റെ ഭാഗ്യാണ് മൂപ്പരുടെ അടുത്ത് ചെന്ന് പെട്ടത്. കാര്യങ്ങളൊക്കെ ഭാര്യ നോക്കണ്ടേ, കുഴപ്പമൊന്നുമില്ല. ദമയന്തി ചായ എടുക്കാൻ പോയതാ. ചായ ഒന്നും വേണ്ട. അതെ, മോലാൾക്ക് ചായ ഒന്നും വേണ്ട അത്ര കേട്ടോ. ചായ എടുക്കുന്ന എടുത്തോട്ടോ, മുതലാളി ഭംഗി വാക്ക് പറഞ്ഞതാ. അതെ, എന്നാ ചായ എടുത്തോളിട്ടോ. മുതലാളി ഒരു ഭംഗി വാക്ക് പറഞ്ഞാണ് ഇത്ര. മോൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, കൂടെയുണ്ട്. പെട്ടെന്ന് റെഡിയാവുന്നു.
രാഘോട്ടാ കുറച്ച് പൈസ കൊടുത്തേ. നീ എന്തെങ്കിലും ആഗ്രഹം തടിച്ചു നോക്കുന്നു? പൈസ നിനക്കല്ല മോനാ. ആയിക്കോട്ടെ, എത്രയെന്ന് അറിയാലോ. എന്താലേ അല്ല, എത്രയും കാശും പണമുള്ള ആൾക്കാർക്ക് പോലും നഷ്ടങ്ങൾ പൈസ എടുക്കാൻ മറന്നുപോയി. വരുമ്പോ പൈസ കയ്യിൽ തന്നേരെ രാഘോട്ടെ. മോഹനെ കൊടുക്കേണ്ട പൈസ തന്നതാ, പിന്നെ എന്തെടുത്തില്ല? അത് വേറെ വേറെ ചെലവായി. എന്തെന്ന് രാഘവട്ട ഇത്? ഒരു കാര്യം പറഞ്ഞാല് മോഹന കാട്ടെടുക്കുക. കാർഡെടുക്കും മോനും തത്തെ. മോനാ, വൈകുന്നേരം ഞാൻ പൈസ എത്തിക്കും. പോട്ടെ. ശരി മോനെ. അന്വേഷിച്ചെന്ന് പറഞ്ഞാ പോയേക്കാ എന്നെ അന്വേഷിച്ചെന്ന് പോട്ടെ 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 പോരെ 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 പോന്ന പോട്ടെ 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 പോവാ 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 പോട്ടെ 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 ആ പോട്ടെ പോട്ടെ അറിയില്ല വണ്ടി ഓടിക്കാൻ. ഓടിച്ചോ 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 പോട്ടെ 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 പോട്ടെ. അയ്യ, ഇവനെന്ത് പ്രാന്തായ? അല്ല ഇതാ ഉണ്ണി മുതലാളിയല്ലേ? ആന്നേ. പോയേക്കായിട്ട് ഇത്ര ബന്ധമാണോ? എവിടെ ആദ്യമായിട്ട് കാണുക? അല്ല പോയേക്ക എന്തായാലും അന്വേഷിച്ചെന്ന് പറഞ്ഞത്? ഏടാ ചേങ്ങായി, വലിയ വലിയ ആൾക്കാർ വന്നിട്ട് ഒരു കാര്യം പറയണതിന്റെ ഇടയിൽ ഈ കേറിട്ട് അതൊന്നും പറഞ്ഞ എങ്ങനെയാണ്? അതെന്ത് വലിയ ആളാ? അത് മറ്റേ നമ്മുടെ ഉണ്ണി മുതലാളിയല്ലേ? അതെന്താ ഈ ഒരു വില ഇല്ലാണ്ട് പറഞ്ഞ? കോടീശ്വരനാണ്. അയാളുടെ അടുത്ത് കോടികളുണ്ട്, അയാൾക്ക് കൊള്ളാം. നമ്മള് പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. അയാളുടെ അടുത്ത് കാശെടുത്ത് പറഞ്ഞ് നമ്മൾ എന്തിനാ അയാളെ ബഹുമാനിക്കണം? അത് പന്റെ നിലപാട്, എന്റെ നിലപാട് അതല്ല. നിങ്ങൾ ആരെ വേണേലും ബഹുമാനിച്ചോ. എന്നെ അന്വേഷിച്ചെന്ന് പറഞ്ഞു, അത് എന്താന്ന് ചോദിക്കാം. പറയാ. അതേ, എന്റെ മൂത്ത കുട്ടിയുടെ കല്യാണാണ്. അതറിഞ്ഞ് 17-ാം തീയതി അല്ലേ? 17-ാം തീയതി ഉറപ്പിക്കല. ആഹാ, കല്യാണം എന്ന് പറഞ്ഞു. അല്ല, എന്നോട് ആരാ പറഞ്ഞേ? ഇല്ല, വാപ്പിച്ചു പറഞ്ഞില്ല. സുധേട്ടൻ പറഞ്ഞില്ല. ഇപ്പാ സുധേട്ടൻ പറഞ്ഞു ഇങ്ങനെ കല്യാണമായിട്ടുണ്ട്, അപ്പൊ അത് ബിരിയാണി വെക്കാൻ. പറഞ്ഞു അല്ല, ഞാൻ പറഞ്ഞു ഉറപ്പിച്ചപ്പോ തന്നെ പറഞ്ഞു. എന്തേലും ആവട്ടെ. അതിപ്പോ അപ്പൊ ഞാൻ പറയണതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ പറയില്ലേ അതൊക്കെ. പിന്നെ അപ്പൊ 1500 പേരുണ്ടാവണ ഒരു ചടങ്ങാണ്. നിശ്ചയമാണ്, ഇപ്പൊ കല്യാണമല്ല. അപ്പൊ ഭക്ഷണം അതിന് നല്ല അസല ഭക്ഷണം കൊടുക്കണം. അപ്പൊ 17-ാം തീയതി നിശ്ചയം, 500 പേരുടെ പരിപാടി. ഒന്നും അറിയണ്ട, ഞാൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളാം. നമ്മുടെ കുടുംബത്തിൽ നടക്കണ പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ എന്നെ ഏൽപ്പിക്കണത്. പിന്നെ ഒന്നും അറിയണ്ട പറഞ്ഞാല് കായ് വേണോ, എന്തൊക്കെ സാധനം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ സൂറയുടെ വാട്സപ്പിലോട്ട് അതിന്റെ ലിസ്റ്റ് ഇട്ടേക്കാം. എനിക്ക് സൂറാടെ വാട്സപ്പിൽ കഴിക്കണ അവളുടെ അല്ല കല്യാണം, മൂത്തോളുടെ ആണ്. അതെ. അപ്പൊ ഞാൻ എന്നെ വിളിച്ചാ മതി. എന്റെ വാട്സാപ്പിൽ ഇട്ടാലും മതി. അതത് ഗംഭീരമാക്കാം കേട്ടാ. അത് നന്നാക്കണം. ഞാനേ ഒന്ന് മോനെ കണ്ടേക്കാം. അവനെന്തോ ആക്സിഡന്റ്. എന്നാ ശരി കേട്ടോ, ഞങ്ങൾ ഇറങ്ങാട്ടാ. വരാം, ഒരു ദിവസം വരാം. എല്ലാ കാര്യം മുതലാണ് നോക്കിയേക്കാണ്. ശരി. അതേ, ചെമ്പും പാത്രം ഒക്കെ ഞാൻ ഏൽപ്പിച്ചോളാട്ടാ. പൈസ ഇങ്ങോട്ട് തന്നാ മതി. ആയിക്കോട്ടെ. അതൊക്കെ ചെയ്യുന്ന കേട്ടോ. മോനാ, എന്താടാ പറ്റി? മുതലാളിക്ക് 2-3 ദിവസം കുറച്ച് ഭയങ്കര തിരക്കാണ്. എന്തെല്ലോ പരിപാടിയുണ്ട്. അയാള് വലിയ ബിസിനസ്മാൻ അല്ലേ, എന്തെല്ലോ പരിപാടിയുണ്ട്. അതെ, അത് പറഞ്ഞ കേൾക്ക്. അതെ, അങ്ങനെ ആവൂലൂ. അത് ഞാൻ പറയാ, എനിക്ക് സമയം ഉണ്ടാവും പറയാം. അല്ലാണ്ട് ഇപ്പൊ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാന് ഒന്ന് മോരാളിനെ ഒന്ന് കാണാനായിട്ട് വന്നാണേ. എന്തേ? ഞാന് മോലാളിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ്.
എന്റെ മോളുടെ കല്യാണ നിശ്ചയാണേ. അപ്പോ അത് 17-ാം തീയതിയാണ് നടക്കണത്. 17-ാം തീയതി? 17-ാം തീയതി രാത്രിയിൽ നിങ്ങൾ ദുബായിൽ നിന്ന് എത്തൂല്ലോ. ആ, ബിസിനസ് സംബന്ധമായിട്ട് 17-ാം തീയതി ഞാൻ ഗൾഫിലാണ്. രാത്രി 2 മണിക്കേ വരും. അല്ല അപ്പൊ എന്നാ നിങ്ങളൊന്ന് വരണമെന്ന് എന്റെ വലിയൊരു ആഗ്രഹമാണ്. 17-ാം തീയതി രാത്രി 2 മണിക്കാണല്ലോ ഞാൻ എത്തുന്നത്. അപ്പൊ 18-ാം തീയതി എന്ന് പറഞ്ഞാല് ഞാൻ റെസ്റ്റിലാണ്. അതല്ല, എന്നാ 19-ാം തീയതി ആക്കാം. 19-ാം തീയതി ആക്കാലോ. നിങ്ങൾ കുടുംബക്കാരിൽ തീരുമാനിച്ചല്ലേ, ആൾക്കാരെ വിളിച്ചല്ലേ? എന്ത് ആൾക്കാര് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് വരണം. അല്ലാണ്ട് എന്താണ്, മുതലാളിയുടെ ഒഴിവല്ലേ നമ്മൾ നോക്കണ്ടേ? മുതലാളിക്ക് അങ്ങനെ വരാൻ തയ്യാറാണെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ ഡേറ്റാ മാറ്റും. 19-ാം തീയതി ആക്കാം മുതലാളി. നിങ്ങളൊന്ന് വന്നാ മതി. ആ ഉമ്മർത്ത് വന്ന് ഈ 4 ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ വന്ന് അവിടെ ഇരിക്കുക എന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ഒന്ന് വന്ന് തന്നാ മതി നിങ്ങൾ. 19-ാം തീയതി വരാം. അപ്പൊ 19-ാം തീയതി ഉറപ്പിച്ച് മുതലല്ലേ? 19-ാം തീയതി വരണട്ടോ. വലിയ സന്തോഷമായി. എന്നാ ശരിട്ടാ രാഘവട്ടാ, എന്നാ ശരിട്ടോ. പിന്നെ നിങ്ങളാ അങ്ങടാ വലിയ കാറില്ല, അതില് വരണട്ടോ. എന്നാ ശരി മുതലാളി, എന്നാ ശരി. നിശ്ചയത് നന്നായി. മരണാണെങ്കിലോ 17, 18, 19 ഫ്രീസറില്. നമ്മള് 17-ാം തീയതി എന്നുള്ളതേ 17-ാം തീയതി എന്നുള്ളത് നമ്മള് 19-ാം തീയതിക്ക് ആക്കിട്ടാ. 19-ാം തീയതിക്ക് ഇത് എത്ര നേരമായി വിളിച്ചിട്ട്? ഞാൻ വരണ്ടേ? ആ, എന്താ വരാൻ പറഞ്ഞ? ഒരു കാര്യം പറയാനായിട്ടാ. ഞാൻ ആ ജബ്ബാറിന്റെ വീട്ടിൽ ഒരു 200 പേരെ നെയ്ച്ചോറിന്റെ പണിയുണ്ടായി. അപ്പൊ അത് കൊടുത്തു വിട്ടിട്ട് ഇവിടെ കാത്തു നിന്നതാണ്. അതിപ്പോ ഇത്താത്തയുടെ കല്യാണം കഴിഞ്ഞല്ല. അപ്പൊ വീട്ടിൽ ഉമ്മ ഒറ്റക്കാണ്, ഉമ്മക്ക് പാടില്ല. അപ്പൊ എന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് നിർബന്ധമാണ്. അപ്പൊ എന്താ നീ നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമൊന്നും പറഞ്ഞില്ല? അല്ല, അതിപ്പം ഞാനല്ലല്ലോ വാപ്പാനോട്. അല്ല, വാപ്പാനോട് ഞാൻ ചോദിക്കാം. നിന്റെ മനസ്സറിയണമല്ലോ. നമ്മൾ ഈ അവിടെ ഇവിടെ നിന്ന് കയ്യും കലാശവും കാണിക്കല്ലാതെ ഇതുവരെ ഞാൻ അങ്ങനെ തുറന്ന് ചോദിച്ചിട്ടില്ലല്ലോ. അല്ല, എനിക്കങ്ങനെ വാപ്പാനോട് ചോദിക്കും. നിനക്ക് വേറെ ഇഷ്ടക്കുറവൊന്നുമില്ല? ഞാൻ പിന്നെ അവിടെ പോണ വഴിയില്ലേ ബിരിയാണി പൊതി വെച്ചിട്ടുണ്ട്, പോണ വഴി എടുത്തോ കേട്ടാ. ഇന്നിപ്പോ ഉണ്ടല്ലോ സുഹൃത്ത, ഉണ്ണിസാറ് വിചാരിച്ച ഈ നാട്ടിൽ നടക്കാത്ത കാര്യം. എന്ത് കാര്യം? അയാളുടെ കാര്യമല്ല. അയാളുടെ ഒരു കാര്യം. ഇതെന്താ നിങ്ങളിവിടെ? അല്ല, സൂറാന വഴിയിൽ വെച്ച് കണ്ടപ്പേ വഴിയിൽ വെച്ച് കണ്ടപ്പോ ബിരിയാണി നല്ലതെന്നാന്ന് ചോദിച്ചാണ്. ഏത് ബിരിയാണി? നമ്മുടെ കല്യാണത്തിന് വെച്ചല്ല ഞാൻ. ആ ബിരിയാണിന്റെ കാര്യം എന്നാ ചോദിക്കണേ? അല്ല, പെട്ടെന്ന് കണ്ടപ്പോ ചോദിച്ചതാണ്. എന്താ വിളിക്കണേ? അതല്ല, ഏതല്ലാതെ വാപ്പാനോട് ഒരു കാര്യം ചോദിക്കാനാണ്. ആർക്ക്? എന്ത് കാര്യം? ഇപ്പഴാ എന്താ പറഞ്ഞേ? വീട്ടിൽ ചെന്നിട്ട് എന്താ എനിക്ക് പറയാളേ? അല്ല, സൂറാന കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത് കഴിച്ചു തരുമോന്ന് ചോദിക്കാൻ പാപ്പാനോട് പറഞ്ഞ് സൂറ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചാണ്. എനിക്ക് വീട്ടിലേക്കോ? വീട്ടിലേക്ക് പോ. എടുപ്പോ ബിരിയാണി എടുക്കാൻ മറക്കണം. വീട്ടിലേക്കല്ലേ? ബിരിയാണി ഏത് ബിരിയാണി അരിഞ്ഞ് പറയണേ? അല്ല, ബിരിയാണിന്റെ പണിയുണ്ടല്ലോ. അപ്പൊ അവളെ നോക്കാൻ അങ്ങോട്ട് വരട്ടെ, ഞാൻ അങ്ങോട്ട് വരട്ടെ കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വരട്ടെ, കാണിച്ചു തരാം. എന്താ എനിക്ക് പറയാളേ? അല്ല, സൂറാന കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ നിക്കാഹ് ചെയ്ത് തരുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വാപ്പാനോട്. എനിക്ക് അതിന് വേണ്ടിട്ട് എന്റെ കുട്ടീനെ ഈ നടു റോട്ടിൽ നിർത്തിയിട്ട് ഈ സംസാരിക്കുക. എന്നിട്ട് ഇന്നെ കണ്ടപ്പോ എനിക്ക് കല്യാണാലോചന ഇല്ല. ഞാൻ ഉളുപ്പുണ്ടോ ചങ്ങായി? എനിക്ക് 10 പൈസ എനിക്ക് എടുക്കണ്ട കയ്യില് ഉണ്ടോ? ബിരിയാണി പണി ചെയ്ത് ഞാൻ അവളെ നോക്കും. അയ്യോ, നാളെ ബിരിയാണി അങ്ങോട്ട് നിരോധിച്ചു എന്ത് ചെയ്യോ? കൂലിപ്പണി എടുത്ത് നോക്കും. അയ്യോ, കൂലിപ്പണി എടുത്ത് നോക്കാൻ എന്റെ കുട്ടീനെ എനിക്ക് അങ്ങോട്ട് ഇട്ട് തരല്ലേ? നാണണ്ട എനിക്ക് ഉണ്ടാ? കാറും ജീപ്പും ലോറിയും ബസ്സും ഒക്കെ ഉള്ളവര് വന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞേക്ക. ഇപ്പൊ തൽക്കാലിന്റെ മുമ്പ് വെക്കോ. എന്റെ പ്രസറ ഇറക്കണ്ടേ?
ഓരോ വാർത്താനങ്ങള് പറയണ്ടായി. ഒരു എളുപ്പില്ലാണ്ട് എന്റെ കുട്ടീനെ അങ്ങടെ ആലോചനക്ക് വന്നേക്കാണ് നീ എന്തിനാണ് ഇങ്ങനെ പ്രഷർ അടിക്കണേ? പിന്നല്ലാണ്ട് അവൻ കാര്യല്ലേ വെച്ചുള്ളൂ. എന്ത് കാര്യം? അവൻ നിന്നോട് പറയാണ്ട പെണ്ണിനോട് ഒളിച്ചോടി പോയെങ്കിൽ എന്താ ഓടിച്ചോടി പിന്നെ ചോച്ചല്ലേ? ആണുങ്ങളെ പോലെ ചോദിക്കണേ അതിനൊരു പവർ ഉണ്ടോ? പിന്നെ എന്റെ മോൾക്ക് നീ ഏത് ചെക്കനെ കെട്ടിച്ചു കൊടുക്കാൻ? എന്താണ് എന്ത് ജാതി വർത്താനം പറഞ്ഞ ഇപ്പൊ അതാ വേണ്ടില്ല. ബഹുമാന്യനായ നമ്മുടെ ഉണ്ണിസാറിന്റെ പോലത്തെ അത്യാവശ്യം ഒരു നാട്ടു പ്രമാണി പറഞ്ഞാൽ ശരി തന്നെ, അത് പ്രമാണി തന്നെ. എന്റെ കുട്ടിക്ക് ചെന്ന് കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാശും പണവും പവറുള്ള ഒരാളെന്നെ വേണം. അംബാനി വരും. ആരെങ്കിലും ആയിക്കോട്ടെ, അംബാനിയോ കുംബാനിയോ എന്തിലും